അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു. ആ രംഗത്തിന് ശേഷം അതാ അല്ലാഹു അവന്റെ മലക്കുകളോട് പറയുകയാണ്, ഫാഫിരിശൂഹു മിനൽ ജന്ന വൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ഫാഫിരിശൂഹു മിനൽ ജന്ന, ആ മുഅ്മിനായ മനുഷ്യന് വേണ്ടി സ്വർഗ്ഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ മലക്കുകളെ. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ധരിപ്പിക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു വെക്കൂ. നമ്മൾ വിചാരിക്കേണ്ട എങ്ങനെയതൊക്കെ നമ്മളത് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വർഗീയമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവന് സ്വർഗീയമായ പരവതാനികൾ, സ്വർഗീയമായ ഉടയാടകൾ, സ്വർഗത്തിലെ കഥ എന്നും സന്തോഷത്തോടെ കാഴ്ചകൾ കാണാനുള്ള ഒരു കവാടം തുറക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയഅതീഹി, അങ്ങനെ ആ സ്വർഗ്ഗത്തിന്റെ കവാടം അങ്ങ് തുറക്കപ്പെടുമ്പോ ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സ്വർഗ്ഗവാതിൽക്ക് അവൻ തുറക്കപ്പെടുന്ന നേരത്ത് അവന്റെ ഖബറിലേക്ക് അത് അടിച്ചു വീശുകയാണ്. ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. സ്വർഗീയമായ സുഗന്ധങ്ങൾ അവന്റെ ഖബറിലേക്ക് അടിച്ചു വീശുകയാണ്. വയുഫ്സഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസരിഹി, അവന്റെ ഖബർ അവന് വിശാലമാക്കപ്പെടുകയായി. മദ്ദ ബസരിഹി, നോക്കെത്തുന്ന ദൂരത്തേക്ക് മുഴുവനും പരന്നു കിടക്കുകയാണ് അവന്റെ ഖബർ. ഖബറിൽ അവന് ഞെരുക്കമില്ല, ഖബറിൽ അവന് പേടിയില്ല, ഖബറിൽ അവന് വിശാലതയാണ്. കണ്ണെത്തുന്ന ദൂരം മുഴുവനും സന്തോഷകരമായ ആനന്ദങ്ങൾ നിറഞ്ഞ ഖബർ വിശാലമാക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അവനിങ്ങനെ കിടക്കുന്ന നേരത്ത് ആ സന്ദർഭത്തിൽ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയഅതീഹി, അവന്റെ സമീപത്തേക്ക് അതാ വരവായി. അവനിങ്ങനെ ഒറ്റയ്ക്ക് അവസ്ഥയിൽ കിടക്കുകയല്ലേ, അവന്റെ സമീപത്തേക്ക് അതാ വരവായി. റജുലുൻ, ഒരാൾ കയറി വരുന്നു. റജുലുൻ, ഒരാൾ കയറി വരികയാണ്. ഏകാന്തനായ ഈ അവസ്ഥയിൽ ഖബറിൽ ബർസഖിൽ കിടക്കുന്ന നേരത്ത് അതാ ഒരു മനുഷ്യൻ കയറി വരികയാണ്. ഒരാൾ കയറി വരുന്നു. ആ രൂപം എന്താണ്? ഹസനുൽ വജ്ഹി, മുഖം നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ്, കാഴ്ചക്ക് നല്ല സുന്ദരമുഖനാണ്. ഹസനു സിയാബ്, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുന്ദരനാണ്. ത്വയ്യിബുർ റീഹി, നല്ല സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്. അങ്ങനെ നല്ല ഉത്തമമായ സുഗന്ധങ്ങൾ അടിച്ചു വീശിക്കൊണ്ട് കാഴ്ചക്ക് നല്ല സുന്ദരനായി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതാ കയറി വരുന്ന നേരത്ത് അയാൾ പറയുകയാണ്, അബ്ശിർ ബില്ലദീ യസുറുക, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്, സന്തോഷിച്ചോളൂ. ഇതങ്ങ് ഈ മനുഷ്യനോട് പറയുമ്പോ അതാ പിന്നെയും പറയാണ്, അബ്ശിർ ബിറിദ്വാനിൻ മിനല്ലാഹ് വജന്നാത്തിൻ ഫീഹാ നഈമുൻ മുഖീം, അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തിയെ കുറിച്ച് സന്തോഷിച്ചോളൂ, അല്ലാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് സന്തോഷിച്ചോളൂ. വജന്നാത്തിൻ ഫീഹാ നഈമുൻ മുഖീം, ശാശ്വതമായി നിലനിൽക്കുന്ന സ്വർഗീയാരാമത്തെ കുറിച്ചും സന്തോഷിച്ചോളൂ. ഹദാ യൗമുക്കല്ലദീ കുൻത തുഅദു, അതാ താങ്കളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണിത്. ഇതങ്ങ് പറയുമ്പോ, ഇതങ്ങ് കേൾക്കുമ്പോ ഈ മനുഷ്യൻ ചോദിക്കും, താങ്കൾ എന്നെ സന്തോഷ വാർത്ത അറിയിച്ചല്ലോ, അല്ലാഹു താങ്കൾക്കും സന്തോഷം നൽകട്ടെ. പക്ഷേ മൻ അൻത, നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ആരാണ് നിങ്ങൾ? എന്നെ സന്തോഷിപ്പിക്കാൻ കയറി വന്ന, എന്നോട് സന്തോഷത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ അങ്ങ് ആരാണ്? എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ആരാണ് താങ്കൾ? ഫവജ്ഹുകൽ വജ്ഹുൽ ലദീ യജിഉ ബിൽ ഖൈർ, അങ്ങയുടെ മുഖം, ആ മുഖത്തിന്റെ ശോഭ, അങ്ങയെ മുഖേനയതാ ഖൈറിന്റെ വർത്തമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ആരാണ് താങ്കൾ?
ഇത് ചോദിക്കുമ്പോ ആ വന്ന രൂപം മറുപടി പറയുകയാണ്, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. നീ ദുനിയാവിൽ നിസ്കരിച്ച നിസ്കാരമാണ് ഞാൻ, നിന്റെ നോമ്പുകളാണ് ഞാൻ, നിന്റെ സകാത്തുകളാണ് ഞാൻ, നിന്റെ ദിക്റുകളാണ് ഞാൻ, നിന്റെ ഉംറകളാണ് ഞാൻ, നിന്റെ ഹജ്ജുകളാണ് ഞാൻ. നീ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങളാണ് ഈ സൗന്ദര്യ രൂപം പൂണ്ടിട്ട് നിന്റെ കൂടെ കൂട്ടിന് ഖബറിലെത്തിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ അത്തരം സന്തോഷങ്ങൾ കാണുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഞാൻ നിന്റെ സൽക്കർമ്മമാണ് എന്ന് പറയുമ്പോ ആ രൂപം പിന്നെയും പറയാണ്, അല്ലാഹുവിനെ തന്നെ സത്യം, മാലിംതുക, നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇല്ലാ കുൻത സരീഅൻ ഫീ തഅത്തില്ലാഹ്, ദുനിയാവിൽ നിന്റെ സ്വഭാവം എന്തായിരുന്നു? അല്ലാഹ്ക്ക് അനുസരണമുള്ള ഏതൊരു പുണ്യകർമ്മമുണ്ടോ അതൊക്കെയും ചെയ്യാൻ നിനക്ക് വലിയ താല്പര്യമായിരുന്നു. സൽക്കർമ്മങ്ങളിൽ നീ വളരെ ആവേശമുള്ളവനായിരുന്നു. ബതീഅൻ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹ്ക്ക് വെറുപ്പുള്ള കാര്യം അതാർക്ക് തന്നെ ഇഷ്ടമായാലും നീ അതിൽ പോകാറില്ല, നീ അതിൽ പങ്കെടുക്കാറില്ല, നീ അതിനോട് വിട പറയാറാണ് പതിവുള്ളത്. ഏത് തെറ്റിന്റെ സാഹചര്യങ്ങളിലും നീ പിന്തി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഫജസാകല്ലാഹു ഖൈറാ, അല്ലാഹ് നിനക്ക് ഖൈർ പ്രതിഫലം തരട്ടെ. ഈ വന്ന സുന്ദരമായ രൂപം ഈ ഖബറിലേക്ക് ഏകാന്തതയിൽ കയറി വന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒരു മാനുഷിക രൂപം കൊണ്ട് കയറി വന്നിട്ട് പറയുന്ന വർത്തമാനങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യുഫ്തഹു ലഹു ബാബുൻ മിനൽ ജന്ന, അതാ പിന്നെ അതാ ഈ മനുഷ്യനതാ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നു. വബാബുൻ മിനൻ നാരി, ആദ്യമതാ പിന്നീട് നരകത്തിയിൽ നിന്നുള്ള ഒരു വാതിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, ഹദാ മൻസിലുക ലൗ അസൈതല്ലാഹ്, നീ അല്ലാഹനെ ധിക്കരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് ഇതായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യമതാ ഇവന് പിന്നീട് നരകവും കാണിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യന് നരകവും പെട്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കപ്പെടും. എന്തിനു വേണ്ടി? ശിക്ഷിക്കാനല്ല, തനിക്ക് കിട്ടിയ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും വില കൂടുതലൊന്നറിയാൻ, ആസ്വാദനം കൂടുതൽ കിട്ടാവുന്ന നിലക്ക് അതാ പറയാണ്, കണ്ടില്ലേ, ഉൻദുർ ഇലാ മഖ്അദിക മിനന്നാർ, നിന്റെ ഇരിപ്പിടമായ ആ ഇരിപ്പിടമാകേണ്ടിയിരുന്ന നരകം നീ ഒന്ന് നോക്കിക്കണ്ടോ. അബ്ദലകല്ലാഹു ബിഹി മഖ്അദം മിനൽ ജന്ന, അതിലേക്ക് പോകാതെ നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അല്ലാഹ് നിനക്കതാ സ്വർഗം പകരം തന്നിരിക്കുന്നു. അങ്ങനെ സ്വർഗവും നരകവും മുഅ്മിൻ ഖബറിൽ വെച്ച് കാണുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകിയല്ലോ എന്ന സന്തോഷം അവന്റെ മനസ്സിൽ കാണുന്നു. അങ്ങനെ സ്വർഗീയ സൗകര്യങ്ങൾ അവൻ ഇങ്ങനെ കാണിക്കപ്പെടുന്ന നേരത്ത്, അതവന്റെ ഖബറിലേക്ക് ഇങ്ങനെ അവൻ ആസ്വദിക്കുന്ന നേരത്ത് അവൻ പറഞ്ഞു പോകും, റബ്ബി അജ്ജിൽ ഖിയാമസ്സാഅ, എന്റെ റബ്ബേ മഹ്ശറ ദിവസം ഒന്ന് വേഗം കൊണ്ടുവാ, മഹ്ശർ ഒന്ന് പെട്ടെന്ന് നടക്കട്ടെ, അന്ത്യനാളൊന്ന് പെട്ടെന്ന് സംഭവിക്കട്ടെ. കൈമാർജു ഇലാ അഹ്ലി വമാലി, എന്റെ കുടുംബത്തിലേക്ക് അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള എന്റെ സുഖസൗകര്യങ്ങളിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകാൻ അല്ലാഹുവേ എത്രയും പെട്ടെന്നത് വരട്ടെ, എത്രയും പെട്ടെന്നത് സംഭവിക്കട്ടെ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതിയാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരക്കാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ അതാ ഫാജിറായ തെമ്മാടിയായ കാഫിറായ ധിക്കാരിയായ മനുഷ്യനാണെങ്കിലോ വയതീഹി മലക്കാനി, മലക്കുകൾ അവന്റെ അടുക്കൽ വരുന്നു. അതേ അത് അവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? ഫയഖൂൽ, അവന്റെ മറുപടി എന്താണ്? ഹാഹ് ഹാ ലാ അദ്രി, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, അയ്യോ എനിക്കറിഞ്ഞുകൂടല്ലോ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിഞ്ഞുകൂടാ.
വമാ ദീനുക, നിന്റെ ദീനേതടോ? ഫയഖൂലു എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ചോദിക്കുന്നു, ഫമാ തഖൂലു ഫീ ഹാദർ റജുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ പറ്റി, ആ മഹാനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണോ? നീ എന്താ വിശ്വസിച്ചുവോ? ആ മനുഷ്യൻ പറയും അപ്പോൾ, എനിക്കറിഞ്ഞുകൂടല്ലോ, എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയമില്ല. ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രവാചകനുണ്ടെന്നും മുഹമ്മദ് ആണെന്നും അങ്ങനെ പലതും ജനങ്ങൾ പറയുന്നത് കേട്ടു എന്നതല്ലാതെ ഞാൻ വിശ്വസിക്കാൻ പോയിട്ടില്ല, ഞാൻ അംഗീകരിക്കാൻ പോയിട്ടില്ല. ഈ സമയത്തതാ ആ മനുഷ്യന്റെ നേരെ ശക്തമായ നിലക്കുള്ള ആക്രോശവുമായി കൊണ്ട് മലക്കുകൾ അടുക്കുന്നു. ആ നിലക്ക് ശക്തമായ നിലക്കുള്ള ഒരവസ്ഥ നീ അറിഞ്ഞില്ല അല്ലേ? നീ തുടർന്നില്ല അല്ലേ? നീ ദുനിയാവിൽ ജീവിച്ച നേരത്ത് പഠിക്കാൻ ശ്രമിച്ചില്ല അല്ലേ? ആ റസൂലുള്ളാഹിനെ നീ മനസ്സിലാക്കാതെ പോയല്ലേ? ആ നിയമങ്ങൾ നീ പഠിക്കാതെ പോയല്ലേ? അത് പിൻപറ്റാൻ നിനക്ക് മനസ്സ് വന്നില്ല അല്ലേ? നീ ധിക്കാരി തന്നെ, നീ തെമ്മാടി തന്നെ. മാത്രമല്ല ആ അവസരത്തിൽ ഇവന്റെ ഉത്തരം ഇങ്ങനെയാകുമ്പോ അതാ അവിടെ നിന്നൊരു വിളിയാളം വരികയാണ്. അതാ ഈ മനുഷ്യനതാ അവന്റെ ഖബറിലേക്ക് തീ കൊണ്ടുള്ള പരവതാനി വിരിച്ചു കൊടുക്കൂ. നരകത്തീയുടെ വിരിയാണ് അവന്റെ ഖബറിൽ കിട്ടുന്നത്. നരകത്തിലേക്ക് ഒരു കവാടം അവന്റെ ഖബറിൽ നിന്ന് തുറക്കൂ. അങ്ങനെ അതാ ഈ കാഫിറിന്റെ, ഈ ഫാസിഖിന്റെ, ഈ ധിക്കാരിയുടെ, ഈ തെമ്മാടിയുടെ, ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചാൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മാരകമായ, ഭീകരമായ, ബീഭത്സമായ ദുരന്തമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മനുഷ്യനതാ അല്ലാഹു റബ്ബി എന്നവന് പറയാൻ സാധിച്ചില്ലല്ലോ. കാരണം എന്തെന്നല്ലേ? അവൻ അല്ലാഹുവിനെ റബ്ബായിട്ടവൻ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചില്ല. അല്ലാഹു റബ്ബാണെന്ന് വെറുതെ വായ കൊണ്ട് പറഞ്ഞത് കൊണ്ടായോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ശാന്തിയും സമാധാനവും മരണനേരത്തും ഖബറിലും മഹ്ശറിലും ഒക്കെ ഇറങ്ങണോ? ആ രൂപത്തിൽ നമുക്ക് രക്ഷ കിട്ടണോ? അല്ലാഹു പറയുന്ന ഉപാധി എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല. സുമ്മസ്തഖാമൂ, ആ പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് മുസ്തഖീമായ നിലക്ക്, ചൊവ്വായ നിലക്ക്, ക്ലിയറായ റൂട്ടിലൂടെ അല്ലാഹയാണെന്ന റബ്ബ് എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ. എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് റബ്ബ് പൊരുത്തപ്പെട്ടതാകണം, ഞാൻ ചെയ്യുന്നത് റബ്ബ് പൊരുത്തപ്പെട്ടതാകണം. അങ്ങനെ ഓരോന്നിലും എന്റെ റബ്ബ് പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഞാൻ ജീവിക്കില്ലെന്ന ദൃഢമായ ബോധത്തോടു കൂടിയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ അവതരിക്കുമല്ലോ, ശാന്തി അവരിൽ ഉണ്ടാകുമല്ലോ, സമാധാനം അവരിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ വെച്ച് ചോദ്യമുള്ള നേരത്ത് നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി, അതല്ലെങ്കിൽ റബ്ബി അല്ലാഹ് എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കണമെങ്കിൽ ആ റബ്ബിനെ, അല്ലാഹുവിനെ റബ്ബായി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാത്തവന് ഖബറിൽ മറുപടി പറയാനാവില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ എന്റെ നേതാവായിട്ട് പറഞ്ഞാൽ പോരാ. എന്റെ ജീവിതത്തിൽ മുഴുവൻ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച്, അവിടുത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചവർക്കല്ലാതെ ഖബറിൽ മറുപടി പറയാൻ സാധ്യമല്ല. ഈ